ട്രേഡിംഗിൽ വിജയിക്കാൻ നല്ലൊരു സിസ്റ്റം മാത്രം മതിയോ? പലരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. പക്ഷേ അതിനപ്പുറം എന്തെങ്കിലും വേണ്ടേ? എക്കാലത്തെയും വലിയ ട്രേഡർമാരിൽ ഒരാളായ ജെസ്സി ലിവർമോർ പറയും, ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു മാനസിക യുദ്ധമാണെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ യുദ്ധത്തിൽ എങ്ങനെ ജയിക്കാമെന്നതിനെക്കുറിച്ചാണ്. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? ലിവർമോറിന്റെ ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. നമ്മളെപ്പോഴും മാർക്കറ്റിലെ ബെയറിനെയും ബുള്ളിനെയും ഒക്കെയാണ് പേടിക്കുന്നത്. പക്ഷേ യഥാർത്ഥ ശത്രു അതൊന്നുമല്ല. നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ടൊരാൾ. ഭയം, അത്യാഗ്രഹം, പ്രതീക്ഷ. ഈ വികാരങ്ങളുമായിട്ടാണ് നമ്മുടെ ശരിക്കുള്ള പോരാട്ടം. ഈയൊരു ഐഡിയ മനസ്സിൽ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ ഒരു യുദ്ധത്തിൽ, നമ്മളോട് തന്നെയുള്ള യുദ്ധത്തിൽ എങ്ങനെ ജയിക്കാൻ പറ്റും? ഇതിന് ലിവർമോർ ഒരു അടിപൊളി വഴിയാണ് പറഞ്ഞു തരുന്നത്. വളരെ സിമ്പിൾ, പക്ഷേ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു വഴി. എന്താണെന്നല്ലേ അദ്ദേഹത്തിൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ? അതെന്താണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. മാർക്കറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു കണ്ണാടി പോലെയാണ്. അത് നമ്മുടെ തനി സ്വഭാവം നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. നമുക്ക് ക്ഷമ കുറവാണോ? പെട്ടെന്ന് എടുത്തുചാടി തീരുമാനമെടുക്കുമോ? അതോ ഓവർ കോൺഫിഡൻസ് ആണോ? ഇങ്ങനെയുള്ള നമ്മുടെ എല്ലാ വീക്ക്നെസ്സുകളും ട്രേഡിംഗിൽ നമുക്ക് പാരയായി മാറും. എക്കാലത്തെയും വലിയ ലെജൻഡ്സിലൊരാളായ ജെസ്സി ലിവർമോറിന്റെ കാര്യം തന്നെ എടുക്കാം. അദ്ദേഹം തന്റെ ജീവിതത്തിൽ 3 തവണ, ഒന്നല്ല രണ്ടല്ല 3 തവണ വലിയ സമ്പാദ്യമുണ്ടാക്കി. എന്നിട്ടോ അത് മുഴുവനും നഷ്ടപ്പെടുത്തി. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്? ലിവർമോറിന്റെ ഈ വലിയ നഷ്ടങ്ങൾക്കെല്ലാം കാരണം ഒരൊറ്റ കാര്യമായിരുന്നു: അദ്ദേഹം സ്വന്തമായി ഉണ്ടാക്കിയ നിയമങ്ങൾ അത് പാലിക്കാൻ പരാജയപ്പെട്ടു. ഇത് നമുക്കെല്ലാവർക്കും വലിയൊരു പാഠമാണ്, അല്ലേ? നമ്മുടെ കയ്യിൽ എത്ര നല്ല സ്ട്രാറ്റജി ഉണ്ടെങ്കിലും ഈ മാനസികമായ അച്ചടക്കമില്ലെങ്കിൽ പിന്നെ ഒരു കാര്യവുമില്ല. അപ്പോൾ ഇങ്ങനത്തെ വലിയ നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാനാണ് ലിവർമോർ ഒരു മോർണിംഗ് റുട്ടീൻ ഉണ്ടാക്കിയെടുത്തത്. ഇത് ശരിക്കും ഒരു പൈലറ്റ് ഫ്ലൈറ്റിന് മുമ്പ് ഒരു പ്രീ ഫ്ലൈറ്റ് ചെക്ക് ലിസ്റ്റ് നോക്കുന്നത് പോലെയാണ്. ഓരോ ട്രേഡിനും മുമ്പ് നമ്മുടെ മനസ്സിനെ ഒന്ന് റെഡിയാക്കിയെടുക്കുക. അതാണ് സംഭവം. ഈ മോർണിംഗ് റുട്ടീനിന്റെ ലക്ഷ്യം വളരെ സിമ്പിളാണ്. എല്ലാ ദിവസവും രാവിലെ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് തന്നെ പറയുക. ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ എന്താ സംഭവിക്കുക? വലിയ പ്രഷർ വരുന്ന സമയത്ത് ഇമോഷണലായി റിയാക്ട് ചെയ്യുന്നതിനു പകരം ശരിയായ തീരുമാനമെടുക്കാൻ നമ്മുടെ മനസ്സ് തനിയെ ട്രെയിൻഡ് ആവും. അപ്പോൾ എന്തൊക്കെയാണ് ഈ മോർണിംഗ് റുട്ടീനിൽ ലിവർമോർ നമ്മളോട് തന്നെ പറയാൻ പറയുന്ന നിയമങ്ങൾ? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ലിവർമോറിന്റെ നിയമങ്ങളെ നമുക്ക് ഓർക്കാൻ എളുപ്പത്തിനു വേണ്ടി 3ആയി തിരിക്കാം. 1. നമ്മുടെ മനസ്സിനെ മാനേജ് ചെയ്യുക. 2. നമ്മുടെ പണം മാനേജ് ചെയ്യുക. പിന്നെ 3ാമത്തത് നമ്മുടെ പ്രോസസ്സ് മാനേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാറ്റഗറിയിലേക്ക് പോകാം. മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ ലിവർമോർ എന്താ ഉദ്ദേശിക്കുന്നത്? വളരെ സിമ്പിളാണ്. മാർക്കറ്റിനെ വിനയത്തോടെ കാണുക. മാർക്കറ്റിന്റെ ഒഴുക്ക് എങ്ങോട്ടാണോ അതിനൊപ്പം നീങ്ങുക. നമ്മുടെ ഇമോഷൻസും ഈഗോയും ഒക്കെ ഒന്ന് മാറ്റി നിർത്തുക. ഓർക്കുക, നമ്മൾ മാർക്കറ്റിനെ പ്രിഡിക്റ്റ് ചെയ്യാനല്ല നോക്കേണ്ടത്, അതിനെ ഫോളോ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഇനി അടുത്തത്, നമ്മുടെ പണം എങ്ങനെ മാനേജ് ചെയ്യാം. നോക്കൂ, നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. അതുകൊണ്ട് നഷ്ടം വരുന്നുവെന്ന് കണ്ടാൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് മാറണം. ഡിസിപ്ലിനോടുകൂടി ട്രേഡ് ചെയ്യണം. ഇതൊക്കെയാണ് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ അത്യാവശ്യം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാണ്: സ്റ്റോപ്പ് ലോസിനെ ബഹുമാനിക്കുക. സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുക എന്ന് പറഞ്ഞാലെന്താ? നമ്മളെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് നമ്മൾ സമ്മതിക്കുകയാണ്. അതൊരു തോൽവിയായി കാണരുത്. ട്രേഡിംഗ് എന്ന ബിസിനസ് ചെയ്യുമ്പോൾ വരുന്നൊരു ചിലവായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി. അവസാനമായിട്ട് നമ്മുടെ പ്രോസസ്സ്, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. നല്ലൊരവസരം വരുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കണം. പ്രൈസ് ആക്ഷനിൽ ശ്രദ്ധിക്കണം. ഒരു ട്രേഡ് ലാഭത്തിലായെന്ന് കരുതി നമ്മളൊരു ജീനിയസ് ആണെന്നൊന്നും വിചാരിക്കരുത്. എപ്പോഴും വിനയം വേണം. അപ്പോൾ ലിവർമോറിന്റെ ഈ മോർണിംഗ് റുട്ടീനൊക്കെ ഫോളോ ചെയ്താൽ എന്ത് സംഭവിക്കും? ഒരു അമേച്ചർ ട്രേഡറിൽ നിന്ന് ഒരു പ്രൊഫഷണൽ ട്രേഡറിലേക്കുള്ള മാറ്റമാണ് സംഭവിക്കുക. എന്താണ് ശരിക്കും ഇവർ തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് നോക്കാം. ഈ ടേബിളിലേക്ക് നോക്കിയേ. ഒരു അമേച്ചർ എപ്പോഴും ഞാൻ പറഞ്ഞത് ശരിയാവണം എന്ന വാശിയിലായിരിക്കും. പക്ഷെ ഒരു പ്രൊഫഷണൽ ചിന്തിക്കുന്നത് പ്രോബബിലിറ്റികളിലാണ്, സാധ്യതകളിലാണ്. അമേച്ചർ ഒരു ത്രില്ലിന് വേണ്ടിയൊക്കെ ട്രേഡ് ചെയ്യും. പക്ഷെ പ്രൊഫഷണൽ ഇത് പണമുണ്ടാക്കാനുള്ള ഒരു ബിസിനസ്സാണ്. നഷ്ടം വന്നാൽ അമേച്ചർ തകർന്നു പോകും. പക്ഷെ പ്രൊഫഷണൽ അതിൽ നിന്ന് പുതിയൊരു കാര്യം പഠിക്കും. അതാണ് വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ മോർണിംഗ് റുട്ടീൻ എങ്ങനെയാണ് നമ്മളെ ഒരു ബെറ്റർ ട്രേഡറാക്കി മാറ്റുന്നതെന്ന്? ഇത് വെറുമൊരു ശീലമല്ല, ഇത് നമ്മളെ തന്നെ മാറ്റിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ്, ഒരു യാത്രയാണ്. ഈ മാറ്റം ഈ ചിത്രത്തിൽ വളരെ വ്യക്തമാണ്. തുടക്കത്തിൽ നമ്മൾ ലാഭത്തെക്കുറിച്ച് മാത്രം സ്വപ്നം കാണുന്ന ഒരാളായിരിക്കും. എന്നാൽ ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ വിശ്വസിച്ച് അച്ചടക്കത്തോടെ മുന്നോട്ടു പോകുന്ന ഒരു പ്രൊഫഷണലായി മാറും. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നമ്മൾ നമ്മുടെ പ്രോസസ്സ് കൃത്യമായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ലാഭം അതിൻ്റെ വഴിക്ക് വന്നോളും. റിസൾട്ടിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട, നമ്മുടെ പ്രോസസ്സിൽ മാത്രം ശ്രദ്ധിക്കുക.
ഒരു കാര്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. മാർക്കറ്റിന് നമ്മൾ ജയിച്ചാലോ തോറ്റാലോ ഒരു ചുക്കുമില്ല. നമ്മുടെ വിജയവും പരാജയവുമൊക്കെ നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവസാനം ചോദിക്കാൻ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മാസ്റ്റർ ചെയ്യാൻ കഴിയുമോ? സ്വയം നിയന്ത്രിക്കാൻ കഴിയുമോ? അതാണ് ട്രേഡിംഗിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡിയാണോ?